നമസ്കാരം. പ്രധാന വാർത്തകൾ. തിമിർത്തു പെയ്ത മഴയിൽ മലയാളികൾ തിരുവോണം ആഘോഷിച്ചു. വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ ആഘോഷങ്ങൾ തുടരുന്നു. നാട് ആഘോഷങ്ങളിൽ മുഴുകുമ്പോഴും ഒരു പറ്റം സഹജീവികൾ വസിക്കുന്നത് പാതയോരത്ത് തന്നെ. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഓണവും ഓണാഘോഷവും എന്തെന്നറിയുന്നില്ല. ആളും നാഥനുമില്ലാതെ മണ്ണാർക്കാട്ടെ മലയോര പാതകൾ. തകർന്ന പാതകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ നിന്ന് ത്രിതല പഞ്ചായത്തുകൾ ഒഴിഞ്ഞു മാറുന്നു. ബജറ്റിലെ പ്രഖ്യാപനവും നടന്നില്ല. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ പുതിയ 2 ബിരുദ കോഴ്സുകൾ കൂടി. BA അറബിക്കും BSc ഫിസിക്സും ഈ വർഷം തന്നെ ആരംഭിക്കും. 2 വൃക്കകളും തകരാറിലായ നെല്ലായ സ്വദേശി 23-കാരൻ സഹായം തേടുന്നു. വൃക്ക നൽകാൻ അമ്മ തയ്യാറെങ്കിലും തുടർ ചികിത്സയ്ക്ക് വേണ്ടത് 15 ലക്ഷത്തോളം രൂപ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഉത്സവാന്തരീക്ഷത്തിൽ മലയാളി ഓണം ആഘോഷിക്കുകയാണ്. നാടെങ്ങും ഓണാഘോഷത്തിന്റെ നിറവിലാണ്. തിരുവോണം മഴയിൽ കുതിർന്നുവെങ്കിലും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും സദ്യ ഒരുക്കിയും നാട്ടിലെങ്ങും ആരവങ്ങൾ ഉയർന്നു കേൾക്കുകയാണ്. മാവേലി നാടിന്റെ ഗതകാല സ്മരണകളായി ഇറക്കിയാണ് മലയാളി തിരുവോണ പുലരിയെ വരവേറ്റത്. രാവിലെ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുകൂടി പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പൂക്കളമിട്ടെല്ലാവരും സദ്യവട്ടങ്ങൾ ഒരുക്കാനുള്ള തിരക്കിലായി. ഓലനും കാളനും തോരനും ഉൾപ്പെടുന്ന മലയാളിയുടെ ഓണവിഭവങ്ങളെല്ലാം റെഡി. തൂശനിലയിൽ സദ്യ വിളമ്പി കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്ന് ഓണസദ്യയുണ്ടു. പിന്നെ എല്ലാവരും ഓണക്കളികളിലേക്ക് തിരിഞ്ഞു. തിരുവോണവും മഴയിൽ കുതിർന്നത് ആഘോഷത്തിന്റെ ആവേശമൊട്ടും കുറയ്ക്കാനായില്ല. എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും മലയാളിക്ക് ആഘോഷിക്കാതിരിക്കാനാവില്ലല്ലോ ഈ പൊന്നോണക്കാലം. എല്ലാ ഡെൻസിറ്റി പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. എവിടെയെല്ലാം മലയാളികളുണ്ടോ അവിടെയെല്ലാം ഓണവും ആഘോഷവും ഉണ്ടാകും. മഹാബലി ചക്രവർത്തിയുടെ പെരുമയും വിളവെടുപ്പ് ഉത്സവത്തിന്റെ പഴയ സ്മൃതികളും ഉണർത്തിയാണ് മലയാളികൾ ഈ ഓണത്തെയും വരവേറ്റത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി നാടെങ്ങും വിവിധ പരിപാടികൾ തുടരുകയാണ്. മഹാബലി ചക്രവർത്തിയുടെ ഐതിഹ്യ പെരുമയിലും വിളവെടുപ്പ് ഉത്സവത്തിന്റെ സമൃദ്ധിയുമായി മലയാളികൾ ഓണക്കാലം കൂടിച്ചേരലിന്റെ ആഘോഷ ദിനങ്ങളാക്കി. നാട്ടിലായാലും മറുനാട്ടിലായാലും ഓണം ആഘോഷിക്കാൻ തറവാട്ടിൽ ഒത്തുകൂടുന്ന ശീലം മലയാളികൾ ഈ ഓണത്തിനും മറന്നില്ല. തുമ്പപ്പൂവും മുക്കുറ്റിയും നാടുനീങ്ങിയ ഈ കാലത്ത് മലയാളികൾ ഇത്തവണയും ആശ്രയിച്ചത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കളെയാണ്. തൊടികളിലെയും നാട്ടിടവഴികളിലെയും പൂക്കൾക്കൊപ്പം അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ജമന്തിയും ചെണ്ടുമല്ലിയും അരളിയും മലയാളികളുടെ മുറ്റത്ത് വർണ്ണാഭമായ പൂക്കളങ്ങളാണ് തീർത്തത്. എന്നാൽ തറവാടുകാരനവർക്ക് ഓണക്കാഴ്ചയുമായി എത്തുന്ന സമ്പ്രദായം മലയാളികൾക്കിടയിൽ ഈ ആധുനിക കാലത്ത് ഗതകാല സ്മരണകൾ മാത്രമായി. വിലക്കയറ്റത്തെയെല്ലാം അവഗണിച്ചുകൊണ്ട് മലയാളികൾ തിരുവോണ സദ്യ ഒരുക്കി. സാമ്പാറിനും അവിയലിനുമൊപ്പം മാംസവിഭവങ്ങൾ കൂടി ഒരുക്കിയാണ് ചിലയിടങ്ങളിൽ മലയാളികൾ ഓണസദ്യ പൂർണ്ണമാക്കിയത്. സദ്യവട്ടം കഴിഞ്ഞു പിന്നീട് ഓണക്കളികളായിരുന്നു. മൊബൈൽ ഫോണിലൂടെയും ഇന്റർനെറ്റിൽ ഇമെയിൽ വഴിയും ഓണസന്ദേശം അയക്കുന്ന പതിവും മലയാളികൾ തെറ്റിച്ചില്ല. മലയാള ചാനലുകൾ എല്ലാം തന്നെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓണം ആഘോഷിക്കാൻ പുത്തൻ സിനിമകൾ അടക്കമുള്ള ദൃശ്യവിരുന്നാണ് ഒരുക്കിയത്. അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്ന പഴമൊഴിക്ക് ഇത്തവണയും താളപ്പിഴകളൊന്നും സംഭവിച്ചില്ല. എന്തായാലും പൂക്കളവും സദ്യവട്ടവും ആഘോഷ പരിപാടികളുമായി ഓണം നാടെങ്ങും മലയാളികൾ നന്മ പറ്റാത്ത ഒരുമയുടെ ആഘോഷമാക്കി. അത്തം 9 തന്നെ എത്തിയ തിരുവോണത്തെ പ്രതികൂല കാലാവസ്ഥയും മറികടന്നാണ് നാടെങ്ങും വരവേറ്റത്. ഉത്രാട ദിനത്തിൽ പെയ്ത മഴ തിരുവോണ നാളിലും തുടർന്നെങ്കിലും മലയാളികളുടെ ഓണാഘോഷത്തിന് മഴ നിറം കെടുത്തിയില്ല. ക്യാമറമാൻ ബാദുഷയ്ക്കൊപ്പം സത്താറാനമങ്ങാട്, ഡെൻസിറ്റി ന്യൂസ്, പെരിന്തൽമണ്ണ. നാടെങ്ങും ഓണാഘോഷത്തിൽ മുഴുകിയപ്പോൾ ഞങ്ങൾ പോയത് ആരവങ്ങളില്ലാത്തവരുടെ ലോകത്തേക്ക്. ഓണം എന്തെന്നോ ഓണാഘോഷം എന്തെന്നോ ഇവർക്കറിയില്ല. എങ്കിലും ഇവർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ട്. ചെറുപ്പശ്ശേരി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവോണ ദിവസം സമയം ഉച്ചയ്ക്ക് 12:30 കഴിഞ്ഞു. നാടെങ്ങും ഓണമുണ്ണുന്നതിന്റെ തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ ചെർപ്പുളശ്ശേരി ടൗണിലൂടെ ക്യാമറയും എടുത്ത് ഞങ്ങൾ ഇറങ്ങി. അവ്യക്തമാണെങ്കിലും ഈ കാഴ്ച ഞങ്ങൾ കണ്ടു. അടുത്തേക്ക് നടന്നു. എവിടെയോ കണ്ട മുഖങ്ങൾ. ചെർപ്പുളശ്ശേരി ടൗണിലൂടെ കടന്നുപോകുന്ന ആഡംബര വാഹനങ്ങൾക്കറിയാം ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി കൈനീട്ടുന്ന ഈ മുഖങ്ങളെ. കൈനീട്ടിക്കണ്ടാൽ അർഹിക്കുന്നതിനും അപ്പുറം അവജ്ഞതയോടെ ഇവയുടെ ജനൽ ചില്ലുകൾ ഉയരും. പക്ഷേ ഇവർക്കും ഇവിടെ ജീവിക്കാൻ അർഹതയുണ്ട്. 40 വർഷത്തോളമായി ഇവർ ചെർപ്പുളശ്ശേരിയിൽ താമസിക്കുന്ന അന്യസംസ്ഥാനക്കാരാണ്. ഈ കൊച്ചുകുട്ടികൾക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പഠിക്കണമെന്നും സ്കൂളിൽ പോകണമെന്നും. നാഷണൽ കാർഡ് വേണം, ഐഡി കാർഡ് വേണം, പഠിക്കണം.
ആ വേണം. എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ചേട്ടൻ്റെ സർട്ടിഫിക്കറ്റ് ചപ്റ്റ് ചെയ്ത് മേടിക്കാന്ന് പറഞ്ഞു. ഇതിനൊന്നും ഇവർക്ക് അവകാശമില്ലെന്ന് ആധുനിക സമൂഹം കരുതിയെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനുമില്ല. നിരവധി പേർക്ക് സർക്കാരും സന്നദ്ധ സംഘടനകളും ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. പക്ഷേ ഇതൊന്നും യഥാർത്ഥ ആളുകൾക്ക് ലഭിക്കുന്നില്ലെന്നതാണ് ഈ കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പഠിക്കാനും സ്വസ്ഥമായി താമസിക്കാനും ആഗ്രഹിക്കുന്ന ഈ കുട്ടികളുടെ മുഖത്തെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ ഈ സമൂഹത്തിനാവില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓണവും ഓണാഘോഷവും എന്തെന്ന് ഈ കൊച്ചുകുട്ടികൾക്കറിയില്ല. ആശംസയർപ്പിക്കുന്നതിൽ അർത്ഥമില്ലെന്നും അറിയാം. എങ്കിലും നേരുന്നു പഠിക്കാൻ ആഗ്രഹമുള്ള ഈ കൊച്ചുകുട്ടികൾക്ക് ഹൃദ്യമായ ഓണാശംസകൾ. ക്യാമറാമാൻ ബാദുഷാ നെല്ലായിക്കൊപ്പം പ്രേംജിത്ത്, ഡെൻസിറ്റി ന്യൂസ്. ഓണത്തിന് മുറ്റത്ത് മാതേവരെ വെക്കുന്ന ചടങ്ങ് ഇന്നും വീടുകളിൽ പഴമക്കാർ അനുഷ്ഠിക്കുന്ന ഒന്നാണ്. മണ്ണിലും മരത്തിലും നിർമ്മിച്ച മാതേവരുകൾ മലയാളികളിൽ കുറഞ്ഞുവരുന്ന പാരമ്പര്യമായ ഒരു ആചാരമാണ്. പെരിന്തൽമണ്ണ ബ്യൂറോയുടെ റിപ്പോർട്ട്. ചാണകമെഴുതിയും അരിമാവ് കൊണ്ട് ഭംഗിയായി അണിഞ്ഞും മുറ്റത്ത് തൃക്കാക്കരപ്പനെയും മാതേവരെയും പ്രതിഷ്ഠിക്കുന്ന പഴമയുടെ ആചാരമാണ് ഈ ഗ്രാമക്കാഴ്ച. മണ്ണുകൊണ്ട് സ്തൂപികാകൃതിയിൽ നിർമ്മിക്കുന്ന തൃക്കാക്കരപ്പനെ വീട്ടുമുറ്റത്ത് കുടിയിരുത്തുന്നത് മുമ്പ് ഓണ ആളുകളിലെ പതിവായിരുന്നു. നമ്പൂതിരി ബ്രാഹ്മണ ഇല്ലങ്ങളിൽ മാത്രം ആചരിച്ചു വന്നിരുന്ന ഈ സമ്പ്രദായം പിന്നീട് വിവിധ വിഭാഗങ്ങളിലേക്കും വ്യാപിച്ചിരുന്നു. ഇപ്പോൾ എങ്ങോ പോയി മറഞ്ഞിരിക്കുകയാണ് ഈ സമ്പ്രദായം. എന്നാൽ ഈ ആചാരം മുറതെറ്റാതെ തുടരുന്നവരുമുണ്ട് ഇക്കാലത്ത്. ഇന്നും നിലനിൽക്കണം എന്നുള്ള നിലയ്ക്കാണ് ഇത് കൊണ്ടാടുന്നത്. ആ ക്ഷേമത്തെ അന്വേഷിക്കാൻ വേണ്ടി മഹാബലി ചിങ്ങത്തിലെ തിരുവോണം നാളിൽ വരുന്നു എന്ന സങ്കല്പത്തിലാണ് അന്ന് മഹാബലി അണിയൊരുക്കി വെക്കുന്നതും അദ്ദേഹത്തിന് നിവേദിക്കുന്നതും. ചതയം നാൾ കഴിഞ്ഞാൽ നല്ല ദിവസം, അതായത് ശുഭദിവസം നോക്കി ഈ തൃക്കാക്കരപ്പന്മാരെയും മഹാബലിയും എടുത്തു മാറ്റുകയും ഇത്ര ഒരു തിരക്ക് ഉള്ള ഒരു ഹറിബറി ആയിട്ടുള്ള ജീവിതം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്തം കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ കൈകൊട്ടി കളിക്കും, ആൺകുട്ടികള് പന്ത് കളിക്കുക, സലമ പന്തായോ പിന്നെ ഫുട്ബോളായി, അങ്ങനെ ഒഴിഞ്ഞ പറമ്പുകൾ ധാരാളം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരു ആഘോഷമായിട്ട് വന്നിരുന്നു. അപ്പോൾ കാലമാറ്റം കൊണ്ടിപ്പോൾ ശരിക്കും എല്ലാവർക്കും ടിവിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്നും ഒരു ആഘോഷം പോലെയാണ് സിനിമകളും ഒക്കെ വന്നപ്പോൾ ആ ജീവിതം കൊണ്ട് ഇതിന്റെ മൂല്യം കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടോന്ന്. എങ്കിലും പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ പൈതൃകത്തിനെ വിട്ടുപോകാൻ ആരൊക്കെ മനസ്സിൽ ഒരു തൃപ്തിയില്ലേ. വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാൻ വരുന്ന മഹാബലിയെയും പരിവാരങ്ങളെയും സങ്കല്പിച്ചാണ് മുറ്റത്ത് തൃക്കാക്കരപ്പന്മാരെ പ്രതിഷ്ഠിക്കുന്നത്. അത്തം മുതലാണ് തൃക്കാക്കരപ്പനെ വെക്കേണ്ടത്. മൂലനാളിൽ 6 പൂരാടനാളിൽ 7 ഉത്രാടനാളിൽ 9 തൃക്കാക്കരപ്പന്മാരെ പ്രതിഷ്ഠിക്കണം. തിരുവോണനാളിൽ മാവേലിയടക്കം 21 തൃക്കാക്കരപ്പന്മാരെ പ്രതിഷ്ഠിക്കണം. പ്രതിഷ്ഠിക്കപ്പെട്ട തൃക്കാക്കരപ്പന്മാരെ ചതയം കഴിഞ്ഞുള്ള ശുഭദിനത്തിൽ എടുത്തുമാറ്റും. എല്ലാ വർഷവും അവര് അതേ സമയത്ത് നമ്മുടെ വീടുകളിൽ വരുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ അതാത് സമയത്ത് ഇത് ആചരിച്ചുകൊണ്ടിരിക്കുന്നു. മരം കൊണ്ടുള്ള തൃക്കാക്കരപ്പന്മാരെ പ്രതിഷ്ഠിക്കപ്പെട്ട കാഴ്ചകൾ ഏറെയാണ്. എന്നാൽ ഈ ആചാരം ഇന്നും പിന്തുടരുന്നവരുമുണ്ട്. ഡെൻസിറ്റി ന്യൂസിനു വേണ്ടി EP സത്താർ. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട്ടെ മലയോര പാതകൾ പൂർണ്ണ തകർച്ചയിലേക്ക്. പല റോഡുകളും 10 വർഷത്തിലധികമായി അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല. സർക്കാർ ആദ്യ ബഡ്ജറ്റിൽ അനുവദിച്ച തുകയും ഇതുവരെ റോഡുകളുടെ നവീകരണത്തിന് ഉപയോഗിച്ചിട്ടില്ലെന്നും പരാതിയുണ്ട്. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലാണ് മലയോര പാതകൾ കൂടുതലും തകർന്നു കിടക്കുന്നത്. 10 വർഷത്തിലധികമായി തകർന്നു കിടക്കുന്ന പാതകൾക്ക് ഗ്രാമപഞ്ചായത്തുകൾ തുക അനുവദിച്ചാൽ തന്നെ വർഷത്തിൽ 100 മീറ്റർ പോലും അറ്റകുറ്റപ്പണി നടത്താൻ കഴിയാത്ത വിധം റോഡ് ശോചനീയമായിട്ടുണ്ട്. അതിനാൽ ഇതേ കാരണം ചൂണ്ടിക്കാട്ടിയാണ് വർഷവും ഇത്തരം റോഡുകൾക്ക് പഞ്ചായത്ത് തുക മാറ്റിവെക്കാതിരിക്കുന്നതും. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ഇത്തരം റോഡുകൾ തകർന്നു കിടക്കുന്നത് അറിയാത്ത മട്ടാണ്. ഇതിനിടെ ഇരട്ടവാരി, കരടിയോട്, തിരുവിഴാങ്കുന്ന് പോലുള്ള ചില ഭാഗങ്ങളിലെ റോഡുകൾക്ക് സർക്കാർ ആദ്യം ബജറ്റിൽ തുക വകയിരുത്തുകയുണ്ടായി. എന്നാൽ വർഷം 1 കഴിഞ്ഞിട്ടും റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടില്ല. 5 കിലോമീറ്ററിലധികം തകർന്നു കിടക്കുന്ന മലയോര പാതകൾക്ക് സർക്കാർ അനുവദിച്ച തുക കൊണ്ട് 1 കിലോമീറ്റർ പോലും അറ്റകുറ്റപ്പണി നടത്താനുമായിട്ടില്ല. എന്നാൽ MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇത്തരം റോഡുകളെ അവഗണിക്കുകയാണ്. ഈ മേഖലയിലുള്ളവരാണെങ്കിൽ സമരവും മറ്റുമായി എപ്പോഴും സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാവില്ലെന്ന ധാരണയാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇത്തരം മേഖലകളിലെ വികസന പ്രവർത്തനം അവഗണിക്കുന്നതെന്നാണ് ആക്ഷേപവും ഉയർന്നിരിക്കുന്നത്. ഇരുവൃക്കകളും തകരാറിലായി മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കുകയാണ് നെല്ലായ അംബേദ്കർ കോളനിയിലെ 23-കാരനായ അജിത്. വൃക്ക നൽകാൻ അമ്മ തയ്യാറാണെങ്കിലും
ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ പാടുപെടുകയാണ് ഈ നിർധന കുടുംബം. എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റിവെക്കണം എന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്തിന് മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെയാണ് ഈ കുടുംബം കഴിയുന്നത്. ഇത് നെല്ലായ അംബേദ്കർ കോളനിയിലെ വലിയ തുടിപ്പടി ബാലകൃഷ്ണന്റെ മകൻ 23 വയസ്സുകാരനായ അജിത്. നാട്ടിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്യുമ്പോഴാണ് വൃക്കരോഗം ബാധിച്ച് കിടപ്പിലായത്. ഇപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെത്തി ഡയാലിസിസിന് വിധേയമാകണം. കിഡ്നി ഉടൻ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അജിത്തിന്റെ അമ്മ കിഡ്നി നൽകാൻ തയ്യാറുമാണ്. പക്ഷെ എല്ലാറ്റിനുമായി കുറഞ്ഞത് 15 ലക്ഷത്തോളം രൂപ ചെലവ് വരും. ഓപ്പറേഷന് ശേഷം തുടർച്ചയായി മരുന്ന് കഴിക്കണമെന്നും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. രണ്ടനുജന്മാരും പഠിക്കുകയാണ്. അച്ഛൻ കൂലിപ്പണിക്കാരനും. എല്ലാറ്റിനും മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് അജിത്തിന്റെ പാവപ്പെട്ട കുടുംബം. ഞാൻ അജിത്തിന്റെ വല്യച്ഛനാണ്. അനിയന്റെ മകനാണ്. അവന് 2 വൃക്കയ്ക്കും കംപ്ലൈന്റ് ഉണ്ട്. അത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് നോക്കുന്നത്. അവന്റെ 2 വൃക്കയും മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യണം. അതിന് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. അച്ഛനും മക്കളും കൂലിപ്പണി എടുത്തിട്ടാണ് ജീവിക്കുന്നത്. 10-15 ലക്ഷം ഉറുപ്പിയോളം മാറ്റിവെക്കാനും അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ സ്ഥിരമായിട്ടും മരുന്ന് കഴിക്കണം. അതിനുള്ള സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. എല്ലാ നല്ലവരായ ജനങ്ങളും കൂടി സഹായിച്ചാൽ മാത്രമാണ് ഈ ഓപ്പറേഷൻ ചെയ്ത് അവന്റെ ജീവന് നിലനിർത്താൻ കഴിയുള്ളൂ. അജിത്തിന്റെ ചികിത്സാ ധനസഹായ നിധി സമാഹരിക്കാൻ നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വസന്ത ചെയർപേഴ്സണും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മരക്കാർ മാരായമംഗലം കൺവീനറും ഇമ്പാനുവാരെങ്കിൽ ഗജാൻജിയുമായി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നെല്ലായ വിജയ ബാങ്കിൽ അക്കൗണ്ടുമുണ്ട്. നമസ്കാരം, ഞാൻ അജിത്ത്. എൻ്റെ വൃക്ക മാറ്റിവെക്കണം എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അത് മാറ്റിവെക്കാം. എല്ലാ നാട്ടുകാരും സഹായിക്കണമെന്ന് വിനീതത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ ഇനിയുമേറെ പറയാൻ അജിത്ത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒന്നിനും കഴിയുന്നില്ല. അജിത്തിനോട് ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ നാടെങ്ങും ഓണാഘോഷത്തിന്റെ തിരക്കിലാവുമല്ലേ എന്ന ചോദ്യം ആ മുഖത്തു നിന്നും ഞങ്ങൾ വായിച്ചെടുത്തു. അതിന് ഞങ്ങൾ മനസ്സിൽ മറുപടിയും പറഞ്ഞു. അടുത്ത വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് അജിത്തുമുണ്ടാകും മുൻനിരയിലെന്ന്. അജിത്ത് കാത്തിരിക്കുകയാണ് ഹൃദയത്തിന്റെ ആകാശത്ത് കാരുണ്യത്തിന്റെ ഓണനിലാവുമായി എത്തുന്നവർക്കായി. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ പുതുതായി അനുവദിച്ച 2 ബിരുദ കോഴ്സുകൾ ഈ അധ്യയന വർഷം തന്നെ ആരംഭിച്ചേക്കും. അടുത്ത മാസം അപേക്ഷാ ഫോം വിതരണം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷ. ശതാബ്ദി ആഘോഷിക്കുന്ന പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് പുതിയ 2 ബിരുദ കോഴ്സുകൾ അനുവദിച്ചിരിക്കുന്നത്. BSc ഫിസിക്സും BA അറബിക്കുമാണ് പുതുതായി അനുവദിച്ച കോഴ്സുകൾ. കോഴ്സുകൾക്ക് സർക്കാർ അംഗീകാരം നൽകിയുള്ള ഉത്തരവ് ഇറക്കിക്കഴിഞ്ഞു. ഈ അധ്യയന വർഷം തന്നെ കോഴ്സുകൾ ആരംഭിക്കാനുള്ള നടപടികൾ നടന്നുവരികയാണ്. നടപടികൾക്കായി കോളേജ് അധികൃതരും യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷ നൽകി. പ്രത്യേക സമയപട്ടിക പ്രസിദ്ധീകരിച്ച് പ്രവേശന നടപടികൾ ഉടൻ പൂർത്തിയാക്കാനാണ് സർക്കാർ നീക്കം. സെപ്റ്റംബർ 4 ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ പുതിയ കോഴ്സുകളുടെ അംഗീകാരവും പുതിയ പ്രവേശന ക്രമത്തിന്റെ ഷെഡ്യൂളും പ്രഖ്യാപിച്ചേക്കും. 29 സീറ്റുകളാണ് പുതിയ കോഴ്സുകൾക്കുള്ളത്. നിലവിൽ ഡിഗ്രി പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ പ്രവേശനം ലഭ്യമാകും. ഓണാവധി കഴിഞ്ഞ് കോളേജുകൾ തുറക്കുന്നതോടെ പുതിയ കോഴ്സുകളിലേക്കുള്ള അപേക്ഷാ ഫോറം വിതരണം ആരംഭിക്കാനാവുമെന്നാണ് കരുതുന്നത്. സെപ്റ്റംബർ 2ാം വാരത്തോടെ ക്ലാസുകൾ ആരംഭിക്കാനാണ് നീക്കം. കുലുക്കല്ലൂർ വണ്ടുംതറ ടൗൺ ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൂക്കള മത്സരം, കസേരക്കളി, സ്പൂൺ റേസ് തുടങ്ങി നിരവധി മത്സരങ്ങളാണ് വണ്ടുംതറ ടൗൺ ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത്. ധനസഹായ വിതരണവും സാംസ്കാരിക സമ്മേളനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ, ഗ്രാമപഞ്ചായത്ത് അംഗം PK ആസിയ, ഗോപകുമാർ, C അബ്ദുൽ സലാം, രാജൻ, മസീഫ് ഹാജി, P പ്രദീപ് കുമാർ, K അബ്ദുൽ കരീം, ടൗൺ ബോയ്സ് ഉപദേശക സമിതി അംഗം കരീം എന്നിവർ സംസാരിച്ചു. നാടെങ്ങും ഓണം ആഘോഷിക്കുമ്പോൾ കുളക്കാട്ടുകാർ ഇത്തവണ തികച്ചും വ്യത്യസ്തമായാണ് ഓണം ആഘോഷിച്ചത്. സാധാരണ മലബാർ മേഖലയിൽ കാണാത്ത പുലിക്കളിയാണ് ഇത്തവണ കുളക്കാട്ടുകാർ സംഘടിപ്പിച്ചത്. കുളക്കാട്ടെ യൂത്ത് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ പുലിവേഷം കെട്ടിയ പുലിക്കുട്ടികളും വേട്ടക്കാരനും മാവേലി മന്നനുമാണ് കുളക്കാട് പ്രദേശത്തെ വീടുകളിൽ ചെന്ന് ഓണത്തിന്റെ വരവറിയിച്ചത്. കുളക്കാട് പൂന്തോട്ടം പരിസരത്ത് നിന്നും ആരംഭിച്ച നഗരപ്രദക്ഷിണം അടയ്ക്കാപുത്തൂരിൽ സമാപിച്ചു. യൂത്ത് സെന്ററിന് കീഴിലെ നിരവധി അംഗങ്ങളാണ് നഗരപ്രദക്ഷിണത്തിന് നേതൃത്വം നൽകിയത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഓണത്തിന് ഭീമൻ പൂക്കളം തീർത്ത് ശ്രദ്ധേയരാവുകയാണ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ നൈവേദ്യം വീട്ടിൽ അരവിന്ദാക്ഷനും കുടുംബവും.
തുടർച്ചയായി 4-ാം തവണയും പൂക്കളം തീർത്താണ് ഈ കണ്ണൂർ സ്വദേശികൾ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. ഓണത്തിന് തുടർച്ചയായി 4-ാം തവണയും ഭീമൻ പൂക്കളം തീർത്തിരിക്കുകയാണ് ശ്രീകൃഷ്ണപുരത്തെ അരവിന്ദാക്ഷനും കുടുംബവും. 14 അടിയോളം വിസ്തീർണത്തിലാണ് ഇത്തവണ പൂക്കളം തീർത്തത്. ഏകദേശം 30 കിലോയോളം പൂക്കളാണ് പൂക്കളം ഒരുക്കുന്നതിന് ഉപയോഗിച്ചത്. കഴിഞ്ഞ 3 വർഷങ്ങളിലും ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന പൂക്കൾ ഉപയോഗിച്ചാണ് ഇവർ പൂക്കളം തീർത്തത്. എന്നാൽ ഇത്തവണ എറണാകുളത്തു നിന്നാണ് പൂക്കൾ എത്തിയത്. ചെണ്ടുമല്ലി, റോസ്, അരളി, ചെമ്പരത്തി, വാടാമല്ലി എന്നീ പൂക്കളാണ് പൂക്കളം തീർക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 4 പേർ ചേർന്ന് 3 മണിക്കൂർ കൊണ്ടാണ് 14 അടി വിസ്തീർണമുള്ള പൂക്കളം തീർത്തത്. കണ്ണൂർ സ്വദേശികളായ അരവിന്ദാക്ഷനും കുടുംബവും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ശ്രീകൃഷ്ണപുരത്തെ നൈവേദ്യത്തിൽ സ്ഥിരതാമസമാക്കിയത്. ശ്രീകൃഷ്ണപുരത്തേക്കാൾ കണ്ണൂരിലാണ് ഓണാഘോഷ മത്സരങ്ങളും ഓണാഘോഷ പരിപാടികളും കൂടുതലായി നടക്കുന്നതെന്നാണ് അരവിന്ദാക്ഷൻ പറയുന്നത്. ഏകദേശം 5000 രൂപയോളം ചെലവ് വന്നു പൂക്കളം തീർക്കാൻ. ഓണത്തെ ആഘോഷിക്കുക എന്നതിലുപരി സാമ്പത്തിക ലാഭമോ മറ്റു പ്രശസ്തിക്ക് വേണ്ടിയല്ല തങ്ങൾ ഭീമൻ പൂക്കളം തീർത്തിരിക്കുന്നതെന്ന് അരവിന്ദാക്ഷന്റെ കുടുംബാംഗങ്ങൾ ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. ശരിക്കും ഞങ്ങളൊരു ഓണാഘോഷം എന്ന് പറയുന്നതിൽ ഉപരി നമുക്കൊരു വീട്ടുകാരുടെ സന്തോഷവും സമാധാനവും ഇതിൽ നമ്മൾ കാണുന്നുണ്ട്. ഓണാഘോഷത്തോടനുബന്ധിച്ച് മണ്ണാർക്കാട് സംഗമം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. മത്സരവിജയികൾക്ക് മണ്ണാർക്കാട് സബ് ഇൻസ്പെക്ടർ ദീപകുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പഞ്ചഗുസ്തി, തലയണയടി, ഉറിയടി, സ്ലോ സൈക്കിൾ റൈസിംഗ്, മ്യൂസിക്കൽ ചെയർ, തീറ്റ മത്സരം തുടങ്ങി 20ഓളം മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. വിജയികൾക്ക് മണ്ണാർക്കാട് സിറ്റി കേബിൾ വിഷനും നറുക്കോട്ടിൽ ഹോം അപ്ലയൻസുമാണ് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരുന്നത്. തുടർന്ന് മണ്ണാർക്കാട് റോക്ക് ആൻഡ് സ്റ്റാറും നായാടിക്കുന്നിലെ കലാഗുരുന്നുകളും അവതരിപ്പിച്ച കലാപ്രകടനങ്ങളും ഉണ്ടായി. പ്രസിഡന്റ് രാജീവ്, സെക്രട്ടറി കെ അനീഷ്, ടി പി സജീഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കരുമാനാംകുറിശി സ്വാമി വിവേകാനന്ദ സേവാസമിതി ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം പി രാംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സേവാസമിതി പ്രസിഡന്റ് ഷിനോദ്, ശിവശങ്കരൻ, ചന്ദ്രൻ, ജൻ, ദിലീപ് കുമാർ, കൃഷ്ണകുമാർ എന്നിവരും സംബന്ധിച്ചു. ചെറുപ്പശ്ശേരിയിലെ മെൽക്കോ ഓണത്തോടനുബന്ധിച്ച് ഒരുക്കിയിരുന്ന മെൽക്കോ പ്രീതി പൊന്നോണം ഓഫറിന്റെ നറുക്കെടുപ്പ് നടന്നു. 1ാം സമ്മാനമായ LCD TV പുറമത്ര സ്വദേശി രഞ്ജിത്തിന് ലഭിച്ചു. മെൽക്കോയുടെ ചെറുപ്പശ്ശേരി ഷോറൂമിൽ നിന്നും ഓണം റംസാൻ കാലയളവിൽ വിവിധ സാധനങ്ങൾ വാങ്ങിയ ഉപഭോക്താക്കൾക്കാണ് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ലഭിച്ചത്. 1ാം സമ്മാനമായ LCD TV കുലുക്കലൂർ പുറമത്ര സ്വദേശി രഞ്ജിത്തിനാണ് നറുക്കെടുപ്പിലൂടെ ലഭിച്ചത്. 2ാം സമ്മാനം ഇൻഡക്ഷൻ കുക്കറും 3ാം സമ്മാനം പ്രഷർ കുക്കർ എന്നിവയാണ് സമ്മാനമായി നൽകുന്നത്. ചെറുപ്പശ്ശേരി SI ജയപ്രകാശാണ് നറുക്കെടുപ്പിലൂടെ വിജയികളെ കണ്ടെത്തിയത്. മെൽക്കോയുടെ പട്ടാമ്പി റോഡിലെ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെറുപ്പശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് KA ഹമീദ്, ഗുഡ്വിൽ ഫിറോസ് തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി മെൽക്കോ ഉത്രാടനാളിൽ നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. തിമിർത്തു പെയ്ത മഴയിൽ മലയാളികൾ തിരുവോണം ആഘോഷിച്ചു. വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ ആഘോഷങ്ങൾ തുടരുന്നു. നാട് ആഘോഷങ്ങളിൽ മുഴുകുമ്പോഴും ഒരു പറ്റം സഹജീവികൾ വസിക്കുന്നത് പാതയോരത്ത് തന്നെ. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഓണവും ഓണാഘോഷവും എന്തെന്നറിയുന്നില്ല. ആളും നാഥനുമില്ലാതെ മണ്ണാർക്കാട്ടെ മലയോര പാതകൾ. തകർന്ന പാതകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ നിന്ന് ത്രിതല പഞ്ചായത്തുകൾ ഒഴിഞ്ഞുമാറുന്നു. ബജറ്റിലെ പ്രഖ്യാപനവും നടന്നില്ല. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ പുതിയ 2 ബിരുദ കോഴ്സുകൾ കൂടി. BA അറബിക്കും BSc ഫിസിക്സും ഈ വർഷം തന്നെ ആരംഭിക്കും. 2 വൃക്കകളും തകരാറിലായ നെല്ലായ സ്വദേശി 23കാരൻ സഹായം തേടുന്നു. വൃക്ക നൽകാൻ അമ്മ തയ്യാറെങ്കിലും തുടർ ചികിത്സയ്ക്ക് വേണ്ടത് 15 ലക്ഷത്തോളം രൂപ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.